പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ രാവിലെ സമയം എഫേസ്യ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യം വായിക്കട്ടെ. ക്രിസ്തുവും നിങ്ങളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടക്കുവിൻ. അപ്പോസ്തലനായ പൗലോസ് പരിശുദ്ധാത്മ പ്രേരിതനായി ആ പഴയ നിയമ യാഗങ്ങളെ ഓർത്തുകൊണ്ട് ലേവ്യ പുസ്തകത്തിലുള്ള വഴിപാട്, പ്രായശ്ചിത്തം ഇതെല്ലാം മനസ്സിൽ സംഗ്രഹിച്ചുകൊണ്ട് പറയുന്ന ഒരു കാര്യമാണ് കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തത് എന്താണ്. ഒന്നാമത് പറയുന്നത് ക്രിസ്തു നമ്മെ സ്നേഹിച്ചു. ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഉള്ളിലേക്ക് പരിശുദ്ധാത്മാവിനാൽ പകർന്നു എന്ന് മാത്രമല്ല, ആ സ്നേഹത്തിൻ്റെ പ്രദർശനമായി ദൈവമായിരുന്നവൻ ഈ ലോകത്തിലേക്ക് കടന്നു വന്ന് നമ്മോടൊപ്പം വസിച്ചു എന്ന് മാത്രമല്ല, നമുക്ക് വേണ്ടി തൻ്റെ ജീവനെ അർപ്പിച്ചു തരുന്നു. ഇവിടെ പറഞ്ഞ നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാടും യാഗവുമായി അർപ്പിച്ചു. തൻ്റെ ശരീരം പൂർണ്ണമായും ചതയ്ക്കപ്പെടുവാനും അടികൊള്ളപ്പെടുവാനായും എല്ലാം ഏൽപ്പിച്ചു കൊടുത്തു. ആ ക്രൂരമായ സഹനങ്ങളിലൂടെ കടന്നുപോയിട്ട് തൻ്റെ ജീവനെ മുഴുവനുമായി നമുക്ക് വേണ്ടി വെടിഞ്ഞു. ആ കാൽവറി ക്രൂശിൽ ദൈവസ്നേഹത്തെ പ്രദർശിപ്പിച്ചു. ഒന്നിനും ദൈവമായിരുന്ന കർത്താവ് മാനുഷികമായ എല്ലാ നിന്ദകളും പരിഹാസങ്ങളും അടികളും ഏറ്റുകൊണ്ട് കാൽവറി ക്രൂശിൽ എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി, നമുക്കോരോരുത്തർക്കും വേണ്ടി പരമയാഗമായി തീർന്നു. ഇവിടെ പറയുന്നത് അത് ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാടും യാഗവുമായി തീർന്നു. ആ സ്വമനസ്സോടെ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ ദൈവം അത് സൗരഭ്യവാസനയായി കണക്കാക്കി. നോഹയും കുടുംബവും ആ പെട്ടകത്തിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ ആ ദേശത്ത് വെച്ച് അവർ ശുദ്ധിയുള്ള മൃഗങ്ങളിൽ ചിലതിനെ എടുത്ത് യാഗം കഴിച്ചപ്പോൾ അവിടെ വായിക്കുന്നത് ദൈവം ആ സൗരഭ്യവാസന മണത്തു. അതിനുശേഷം ദൈവം അരുളി ചെയ്തു, ഇനി ഞാൻ ഭൂമിയെ വെള്ളത്താൽ നശിപ്പിക്കുകയില്ല, ഇനി അങ്ങനെ ഒരു ന്യായവിധി ഞാൻ നടത്തുകയില്ല എന്നുള്ള ആ പ്രഖ്യാപനം നടത്തുവാൻ ആ സൗരഭ്യവാസനയുടെ മണം അത് ദൈവസന്നിധിയിൽ എത്തിച്ചേർന്നപ്പോൾ ദൈവം അങ്ങനെ ചെയ്തു. ഇവിടെ കാൽവറി ക്രൂശിൽ തന്നെത്താൻ സമർപ്പിച്ച ആ കാൽവറി യാഗത്തോളം തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത യേശു ക്രിസ്തുവിൻ്റെ ആ പരമയാഗത്തിൻ്റെ സൗരഭ്യവാസന സ്വർഗം മണത്തപ്പോൾ സ്വർഗം പറയുന്നു, ഇനി മനുഷ്യരുടെ പാപങ്ങൾക്ക് പരിഹാരം വന്നിരിക്കുന്നു. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരുവാൻ അവൻ അധികാരം കൊടുത്തു. അതുതന്നെയാണ് എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ പറയുന്നത്. അതുകൊണ്ട് പ്രിയ മക്കളെന്ന പോലെ ദൈവത്തെ അനുകരിപ്പീൻ. നമുക്ക് വേണ്ടി യാഗമായി തീർന്ന ആ കർത്താവിൻ്റെ സ്നേഹത്താൽ നാം ദൈവമക്കളെന്ന പദവിയിലേക്കെത്തി. ഇനി നമ്മൾ ചെയ്യേണ്ടത് കർത്താവ് തന്നെത്താൻ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നതുപോലെ നാമും കർത്താവിന് വേണ്ടി നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. നാം ഒരു സൗരഭ്യവാസനയായി, ഒരു യാഗമായി, ഒരു വഴിപാടായി ദൈവസന്നിധിയിൽ തീരണം. നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കുകയും ആ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുകയും ഇത് ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നു. അതിനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. God bless you.